ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് പാർട്ടിക്കുള്ളിലും സർക്കാരിലും രൂക്ഷമാവുകയാണ് ഭിന്നത. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശൈലിക്കെതിരെ സർക്കാരിനുള്ളിൽ രൂപപ്പെട്ട അതൃപ്തി പാർട്ടിയിലേക്ക് കൂടി വ്യാപിച്ചതോടെ പ്രശ്നം പരിഹരിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണ് ബി.ജെ.പിയുടെ പരാജയത്തിന് കാരണം എന്നാണ് പല നേതാക്കളും പറയുന്നത്. ഭിന്നതക്കൊടുവിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി രാജിസന്നദ്ധതയും അറിയിച്ചു. പാർട്ടിയുടെ ദയനീയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രിയെ അറിയിച്ചെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഉത്തർപ്രദേശിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം വലിയ അഴിച്ചുപണിക്കും ഒരുങ്ങുകയാണ്. ഭൂപേന്ദ്ര ചൗധരിയും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദിയെ കണ്ടു. യു.പിയിലെ നേതൃമാറ്റമാണ് പ്രധാനമായും മോദി ഷാ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾ ഡൽഹിയിലെത്തും. 2027 യു.പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങാനാണ് ആലോചന. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കും. ഇതേ സമയം യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വെച്ച് ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യ സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിലൂടെ ഭിന്നത മറ നീക്കി പുറത്തു വന്നു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന. പ്രവർത്തകരുടെ വേദന എന്റെയും വേദനയാണ്. സംഘടനയേക്കാൾ വലുതല്ല ഒരാളും എന്നായിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യയുടെ ട്വീറ്റ്. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി ദേശീയ അധ്യക്ഷനുമായ ജെ.പി നദ്ദയുമായി ഡൽഹിയിൽ ചൊവ്വാഴ്ച മൗര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നദ്ദ യു.പി ബി.ജെ.പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് യോഗിക്കെതിരെ മൗര്യയുടെ ഒളിയമ്പ്. 2017 യോഗി ആദിത്യനാഥ് യു.പി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മൗര്യയായിരുന്നു സംസ്ഥാനത്തെ ബി.ജെ.പി അധ്യക്ഷൻ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള യു.പിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ആകെയുള്ള 80-ൽ 33 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ജയിക്കാനായത്. 2019-ൽ 62 സീറ്റുകളാണ് പാർട്ടി നേടിയിരുന്നത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി 43 മണ്ഡലങ്ങളിലും വിജയിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.